ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സാൻസിവേറിയം പ്ലാന്റിൻ്റെ റീപോട്ടിംഗ് വീഡിയോ ആണ്. ഈ ഒരു പ്ലാന്റിന് പലതരത്തിലുള്ള പേരുണ്ട്. സർപ്പഗോള, അതുപോലെ തന്നെ സാൻസിവേറിയം, പിന്നെ സ്നേക്ക് പ്ലാന്റ്, അങ്ങനെ പലതരത്തിൽ ഈ ഒരു പ്ലാന്റിന് പേരുണ്ട്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ വളർത്താൻ പറ്റിയ നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. പോരാത്തതിന് നമ്മളെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുക, രാത്രി സമയങ്ങളിൽ ഓക്സിജൻ പുറത്ത് വിടുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകത. പിന്നെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഇൻഡോറായിട്ടൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ. നമ്മുടെ അടുത്തുള്ളൊരു ചെറിയൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. നല്ലൊരു ഗ്രീനും യെല്ലോ ഷെയ്ഡും മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു കളറ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോട്ട് എന്ന് പറഞ്ഞത് വളരെ കുഞ്ഞി പോട്ടാണ്. അപ്പോൾ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ആദ്യം ചെറിയ 2-3 ലീഫുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പം 5-6 ലീവ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോട്ടൊന്ന് മാറ്റി കുറച്ചും കൂടി വലിയൊരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് മതി. ഓവറായിട്ടുള്ള വെയിലും അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, അതെങ്കിൽ വേനൽക്കാലത്തൊക്കെ ആഴ്ചയിൽ 2 ദിവസം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. മഴ സമയങ്ങളിലൊക്കെ ഔട്ട്ഡോറായിട്ട് വെക്കുകയാണെങ്കിൽ പോട്ടിൽ ഹോളുണ്ടെന്ന് പ്രത്യേകം ഉറപ്പ് വരുത്തേണ്ടതാണ്. നമ്മൾ ഈ ഒരു ബ്ലാക്ക് പോട്ടാണ് എടുത്തിട്ടുള്ളത്. നിറച്ചും ഹോളുകളുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഹോളുകളുള്ള ഇത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മളിതൊരു ഔട്ട്ഡോറായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഒരു സൺലൈറ്റൊക്കെ കിട്ടിയിട്ട് ചെടി ഒന്ന് ഹെൽത്ത് ചെയ്യാൻ ശേഷം ഇൻഡോറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോട്ടി മിക്സായിട്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതമാണ്. പിന്നെ കുറച്ച് കരിയില വേസ്റ്റുകളൊക്കെ ഉണ്ട്. ഓവറായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഒന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ചെടിയൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഇതിനെ അടർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ചെടിയാണ്, വേരുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ മാറ്റി നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. ചെറിയൊരു ഹോള് പോലെ ആക്കിയിട്ട് ഈ ഒരു ചെടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പോട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല സ്റ്റോൺസ്, വൈറ്റ് സ്റ്റോൺസൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു ബേസ് ഭാഗം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ടുള്ള കുറച്ച് കളക്ഷൻസും കൂടി ഈ വീഡിയോയിലൊന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള സ്നേക്ക് പ്ലാന്റ്. അതിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. സിലിണ്ടറിക്കൽ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുള്ളം പോലെ അധികം വലുപ്പം വെക്കാത്ത ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇൻഡോറായിട്ടും വെച്ച് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സ് ആകുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇതുപോലെ കുറേ വളരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വെയിലത്തൊക്കെ വെക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്നേക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ ബൈ.